പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെ പവിത്രമായ ഒരു മജ്‌ലിസിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ പ്രതിഫലമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മജ്‌ലിസുകൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത മഹത്വമുള്ള മജ്‌ലിസുകളാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു രാഷ്ട്രീയക്കാരനാവട്ടെ,
സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നമ്മളെ കുറിച്ച് ഇങ്ങനെ അഭിമാനം പറയും. നിന്റെ അടിമ കണ്ടോ, എന്നെ കുറിച്ച് സ്മരിക്കുന്നത് കണ്ടോ, എനിക്ക് ദിക്ർ ചെല്ലുന്നത് കണ്ടോ എന്നിങ്ങനെ പറയും. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇന്നെ സ്മരിക്കുന്നുണ്ടോ, ഇന്നങ്ങൾ ഓർക്കുന്നുണ്ടോ, എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഞാനും ആലോചിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, 10 ആളുകൾ ഒരുമിച്ച് പോകുന്ന സദസ്സിൽ വെച്ച് നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ 100 ആളുകൾ ആകാശലോകത്ത് കഴിയുന്ന 100 മാലാഖമാരുടെ ഇടയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സുകളൊന്നും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. കേവലം നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഈ മാസാന്ത മജ്‌ലിസിലൂടെ എന്നല്ല, ഏത് ദീനി പറയുന്ന ദിക്ർ പറയുന്ന അല്ലാഹു തസ്ബീഹ് ചെല്ലുന്ന ഒരു ദിക്റിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. എന്തൊരു പ്രശ്നം വന്നാലും, എന്തൊരു പ്രതിസന്ധി വന്നാലും, എന്തിനും പരിഹാരം എന്ന് പറയുന്നത് ദിക്റാണ്. ആ ദിക്ർ ചെല്ലലോടുകൂടി നമ്മളെ അലട്ടുന്ന ആ പ്രശ്നം അവിടെ മാറിക്കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലാഹുവിന് വേണ്ടി ഒരു ദിക്ർ ചൊല്ലിക്കാണ്ട് ദുആ ചെയ്തു നോക്കണേ. ആ ദുആക്ക് ഇജാബത്തുണ്ട്. ആ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ അത് ദിക്റിന്റെ മജ്‌ലിസാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട 2 കൈയുണ്ടല്ലോ, അലിയാർ തങ്ങളുടെ തോളിലേക്ക് വെക്കുകയാ. അവിടുന്ന് അലിയാർ തങ്ങളോട് പറയുകയാണ്, യാ അലി അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. നിനക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഒരു വഴി ഏതാണെന്ന് പറയുമോ? അത് മറ്റുള്ള വഴികളല്ല, അല്ലാഹു ദിക്ർ ചൊല്ലലാ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കല. എപ്പോഴൊക്കെയാണെന്ന് അറിയുമോ? സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ഉണ്ടല്ലോ. നീ അല്ലാഹുവിനെ കുറിച്ച് നീ സ്മരിക്കുമ്പോ, അല്ലാഹു ദിക്ർ ചെല്ലുമ്പോ, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ചെയ്യാൻ, നമ്മൾ ആളുകൾ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൂടെ ഉണ്ടാകുന്ന സമയത്ത്, ഏത് സമയത്തും ദിക്റുമായി നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഒരു വഴിയാണ് എന്ന് ഹബീബായ തങ്ങൾ മഹാനായ അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്താണ്. കേവലം നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ദിക്റിനായി കഴിച്ചുകൂടാ. അപ്പൊ ഉസ്താദേ, ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലേ?
ഏത് ദിക്റാണ്? ദിക്ർ ഏത് ചെല്ലാം, ഏത് ദിക്ർ നിങ്ങൾക്ക് ചെല്ലാം, ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. എന്നിട്ട് ദുആ ചെയ്ത് നോക്കി, ദുആക്ക് ഇജാബത്ത. എന്തിനും പരിഹാരം ദിക്റ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് നല്ലവണ്ണം കടമുണ്ട് റസൂലേ, വല്ലാതെ കടമുണ്ട് റസൂലേ. അത് വീട്ടിൽ കിട്ടാൻ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്, നീ അല്ലാഹു ദിക്ർ ചൊല്ലിക്കോ, അല്ലാഹു സ്മരണയിലായി കൂടിക്കോ. അല്ലാഹു ദിക്ർ നീ ചെല്ലലോടുകൂടി നിങ്ങൾക്ക് കടം വീട്ടാനുള്ള എന്തെങ്കിലും വഴി അല്ലാഹു കാണിച്ചു തരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ കടമുള്ള ആൾക്കാർക്ക് പണിക്ക് പോകണ്ടെന്നല്ല കേട്ടോ. ഞമ്മക്കൊക്കെ വിളവ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ കുറെ കടണ്ട്, പെരപ്പണി തുടങ്ങിയപ്പോ കട നല്ലോണ്ട്. അപ്പൊ ഈ പണിക്കൊന്നും പോകണ്ട, എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ദിക്റിൽ കുത്തർത്താൽ മതി. അപ്പൊ കടക്ക് ഓട്ടോമാറ്റിക് ഭക്ഷണം വീട്ടിൽ തരുമെന്ന് കണ്ട് അത് നടക്കൂല. ജോലിക്ക് പോലോടുകൂടി നമ്മൾ ദിക്ർ ചെല്ലുമ്പോ അതിലെന്തെങ്കിലും അല്ലാഹു ബറക്കത്തുള്ളൂ, എന്തെങ്കിലും ഒരു വഴി പടച്ചോനെ കാണിച്ചു. അത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, എനിക്ക് വല്ലാതെ മാനസികമായ പ്രയാസമുണ്ട് നബിയേ, വല്ലാത്ത വിഷമങ്ങളുണ്ട്, വല്ലാത്ത സങ്കടങ്ങളുണ്ട്, വല്ലാത്ത നോമ്പലുകളുണ്ട് നബിയേ, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ
ജീവിതം ചിട്ടപ്പെടുത്തുക. കാരണം അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ച് ഓർക്കാതെ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കുന്നത്? പേരിന് നമ്മുടെ പേര് മുഹമ്മദാണ്, അല്ലെങ്കിൽ അഹമ്മദാണ്, അല്ലെങ്കിൽ ഫാത്തിമയാണ്, അല്ലെങ്കിൽ ആയിഷയാണ്, അല്ലെങ്കിൽ ഖദീജയാണ്, നഫീസയാണ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടി കുറഞ്ഞ ദിവസം കുറഞ്ഞ സമയത്തിലെങ്കിലും ദിക്ർ ചൊല്ലിയിട്ടില്ല എങ്കിൽ, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നില്ല എങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? പക്ഷെ ഇന്നത്തെ തലമുറയെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം. പക്ഷെ ഇപ്പൊ നമ്മളെ മുമ്പിലൊക്കെ ഇരിക്കണ ഉമ്മമാരും ഉമ്മമാരൊക്കെ കുറെ പ്രായമുള്ള ആൾക്കാരാണ്. ചെറുപ്പക്കാർക്ക് അതൊന്നും വിടാൻ കഴിയൂല. അപ്പൊ സാർ ഞങ്ങൾ വന്നതുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലോ. പക്ഷെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ലിബറൽ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാല് മതത്തിനോട് താല്പര്യമില്ല, ഉസ്താദുമാരോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ദീനി കാര്യങ്ങളോട് താല്പര്യമില്ല. എന്നാൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു എന്തിനും എത്തിക്കാൻ, എന്തെങ്കിലും പാട്ടോ പരിപാടിയോ എന്തിനും നോക്കുകയാണെങ്കിൽ സജീവമായി നേരത്തെ തന്നെ പണിക്ക് കഴിച്ച് ജോലിയൊക്കെ കഴിച്ച് വളരെ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. ദീനി കാര്യങ്ങളോടും ദീനി പറയുന്ന ആളുകളോടൊക്കെ ആളുകൾക്ക് പുച്ഛം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ ഇത്തരം സദസ്സുകളിലൊക്കെ പങ്കെടുപ്പിച്ച് ദീനും അതവും അറിവും അർപ്പണബോധമുള്ള മക്കളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്ക് ജീവിച്ചാൽ പോലോ, നമുക്ക് ഈ ജീവിതം കഴിഞ്ഞാൽ വീട്ടിലൊരു മരണം വരാനുണ്ട്. ആ മരണത്തിന് ശേഷം കബറിൽ കടന്നുകൊണ്ട് നമ്മളൊന്ന് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നമ്മളെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ അമ്മയെ നമ്മൾ ചെയ്യണം. നമ്മുടെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ അമ്മ നമ്മൾ ചെയ്തിരിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മക്കളാവശ്യമുണ്ടാവില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും കുട്ടിയാ പോകില്ല. നമ്മുടെ ആഗ്രഹവും അള്ളാഹു നൽകിയ ആ ഞാമത്തുണ്ടല്ലോ, അനുഗ്രഹം ഉണ്ടല്ലോ, അതിന് പരിഹാരമായിട്ട് നമ്മുടെ ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല. അള്ളാന്റെ അവതാരമില്ലാതെ നമ്മുടെ ദൈവം സ്വർഗത്തിൽ കടക്കില്ല. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി നല്ല ഭക്തിയോടുകൂടി അള്ളാഹു വേണ്ടി ചുരുങ്ങിയത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനത്തെ ദിക്റുകളൊക്കെ നമ്മൾ ചെയ്യാം. ഒന്നും വേണ്ട. ഞാനിതാ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു ദിക്റ്. ഏതാണ് ദിക്റെന്നറിയുമോ? ഹബീബ
മീസാനിൽ കന തൂങ്ങുന്ന അമലായി. അതേപോലെ തന്നെ ചൊല്ലാനോ നാവിന്റെ പേരിൽ വളരെ എളുപ്പമായിരുന്നു. ഒന്നാലോചിക്കട്ടെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അത് വെറും ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് വെറും മഗ്‌രിബിന് മാത്രമാണ് ചൊല്ലാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും ദിക്ർ ചെല്ലാം. സുബഹിയുടെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്തോ ആ ദിക്റിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹ് ഏതായാലും ഇഷ്ടമാണ്. അതേപോലെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്ന ഒരു വസ്തുവാണ് ചൊല്ലാനോ നാവിന്റെ പേരിൽ വളരെ എളുപ്പമാണ്. അതേതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അള്ളാഹിന്റെ പരിശുദ്ധിയെ ഞാനിതാ ഉയർത്തുന്നു. അതിന്റെ ശേഷം നമ്മൾ പറയുന്നത് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധി കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ. അതിന് ഇസ്തിഗ്ഫാറും കിട്ടി. അപ്പൊ ആ ദിക്ർ നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഒരൊറ്റ കാര്യം കൂടി ഇൻഷാഅല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ എന്തിനും പരിഹാരം ദിക്റാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മഹദിയായ ബീവി ഫാത്തിമ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമാണ് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമ ഒരു ദിവസം പരാതിയുമായി കടന്നു വരികയാണ്. ഫാത്തിമ ബീവി ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഒരു പരാതിയുമായി കടന്നു വരികയാണ്. ഏതാ പരാതി? അള്ളാഹുവിന്റെ റസൂലിലേക്ക് വെറും ഫാത്തിമ ബീവി മാത്രമല്ല കേട്ടോ കുട്ടികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അറിയാത്തൊരു അറിവാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. 7 മക്കളിൽ 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. അപ്പൊ 7 അപ്പൊ 7 മക്കള്. അപ്പൊ 3 ആൺകുട്ടികൾ ആരൊക്കെയായിരുന്നു? ഒന്ന് ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? സൈനബ് റളിയല്ലാഹു അൻഹ, റുഖയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അങ്ങനെ 7 മക്കളായിരുന്നു ഹബീബായ തങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ കൂട്ടത്തിൽ വെച്ച് അത് കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ചരിത്രം അങ്ങനെ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഫാത്തിമ ബീവിയൊക്കെ വഫാത്തായി പോകുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഞാൻ ഇതിൽ കടക്കുന്നില്ല. കണ്ടാൽ കൂടിയാൽ പോകും, സമയം തരില്ല. അതോട് അതിലേക്ക് ഞാൻ കടക്കില്ല. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നത് ഒരു പട്ടിണിയുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അലിയാർ തങ്ങൾക്കാണ്. ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത്, ഭർത്താവായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഞാൻ സമ്പത്ത് നോക്കിയിട്ടല്ല നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അലിയാർ തങ്ങളുടെ വെളിവ് നോക്കിയിട്ട, അലിയാർ തങ്ങളുടെ വിജ്ഞാനം നോക്കിയിട്ട അന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അലിയാർ തങ്ങള് നല്ല സമ്പത്തിന്റെ ഉടമയാണ് എന്നല്ല, പക്ഷെ അലിയാർ തങ്ങൾക്ക് വലിയ നല്ല ഇൽമുള്ള ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അലിയാർ തങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയു ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ് എങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലി ഹൈദർ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു അത്രത്തോളം വിജ്ഞാനം അറിവുള്ള ആളാണ്. നമ്മുടെ കുട്ടികളെ കെട്ടിച്ചിട സമയത്ത് എന്താ നോക്കല്? വലിയ തറവാട്ടേരാണ്, അത് നമ്മൾ നോക്കണം. നമ്മൾ കല്യാണം നോക്കുന്ന സമയത്തൊക്കെ അത് നോക്കണം, തറവാട് നോക്കണം, സമ്പത്ത് ആണ് മുൻപന്തികൾ നോക്കണത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ദീനുള്ള ആൾക്കാർക്ക് കുട്ടികളെ കല്യാണം കഴിച്ചു. ദീനുണ്ടോ അവരിലേക്ക് നമ്മളെ കുട്ടികളെ കല്യാണം കഴിച്ചു. ഇന്ന് കല്യാണത്തിലൊക്കെ വളരെ പിന്നില. പെൺമക്കൾക്ക് കല്യാണം വേണ്ട, ആമക്കളാണെങ്കിൽ ഇപ്പോൾ വലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. ഒരു കല്യാണം ശരിയാവാൻ വേണ്ടി എത്ര ആൾക്കാരെ തോന്നുന്നത്? അത് കല്യാണം ശരിയാവാൻ വേണ്ടി നമ്മൾ തോന്നിക്കട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ കുറേ ദൂരത്തിലേക്ക് അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ കുട്ടികളുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഇത്തരം വിഷയങ്ങൾ കുട്ടികൾക്ക് ഒന്നാമത് തയ്യാറാവാത്തതിന്റെ ഒരു കാരണം പറയുന്നത് വെച്ചാല്
കുട്ടികൾക്ക് കുടുംബജീവിതം നയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, കാരണം പെരി തന്നെ ഒച്ചപ്പാടുമായിട്ടൊരു കാടാണ്. നല്ല സ്നേഹത്തോടു കൂടി സൗമ്യമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ കുടുംബജീവിതം നയിച്ചോളാണ്. കുട്ടികൾ ഓട്ടോമാറ്റിക് കല്യാണത്തിന് തയ്യാറാകും. അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ എങ്കിലും കല്യാണം നോക്കുന്ന സമയത്ത് അത് ആമക്കായാലും പാടില്ല, പെമ്മക്കായാലും പാടില്ല, ദീനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ കല്യാണം കഴിച്ചു. സമ്പത്ത് നോക്കിക്കാണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചാല് 2 ദിവസം കൊണ്ട് പേര് കുട്ടികളെ തെരയിക്കാണ്ട് എത്തും. ഓർക്കത് ഒരു വിലയില്ലാത്ത പറഞ്ഞേക്കാണ്. ദീനുള്ള ആൾക്കാർ കല്യാണം കഴിച്ചു കൊടുത്താല് കുടുംബജീവിതം എങ്ങനെ നയിക്കേണ്ടത് എന്ന് അവർക്ക് കൃത്യമായി കൊണ്ട് അറിയും. അതൊക്കെ നോക്കിക്കാണ്ട് കുട്ടികളെ കല്യാണം ഉണ്ടാക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അലിയാർ തങ്ങളെ ഞാനൊക്കെ ഭർത്താവായി തിരഞ്ഞെടുത്തത് അലിയാർ തങ്ങളെ സമ്പത്ത് കണ്ടിട്ടല്ലോ ഫാത്തിമ. ഞാൻ അലിയാർ തങ്ങളെ ഇൽമു നോക്കിയിട്ടാണ്, അങ്ങനെ ഇൽമു നോക്കിയിട്ടാണ് ഞാൻ അലിയാർ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അല്ലാഹു റസൂലിന്റെ ഈ ഫാത്തിമ ബീവി ഒരുപാട് വിവാഹാന്വേഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം വിവാഹം ആര് ചെയ്തു കൊടുക്കുന്നുള്ള വഴി ആരെ അറിയിച്ചു? അള്ളാഹു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഫാത്തിമ ബീവിയുടെ ചരിത്രം റമദാനിലെ സമയങ്ങളിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല. ഏതായാലും അങ്ങനെ പട്ടിണി പാവമാണ് അലിയാർ തങ്ങൾ. അങ്ങനെ ആ പട്ടിണി മാറ്റാൻ വേണ്ടി ഫാത്തിമ തന്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അങ്ങാടിയിൽ കൊട്ടി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അന്ന് മദീനയിൽ കൊട്ടി കച്ചവടം നടത്തുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് റൊട്ടി ചുടാനുള്ള മാവ് അരച്ചു കൊടുത്തിരുന്നത് മഹദിയായ ബീവി ഫാത്തിമ ബീവിയായിരുന്നു. റൊട്ടി കച്ചവടം നടത്തിയ ആൾക്കാർക്ക് റൊട്ടി അരക്കാനുള്ള മാവ് എന്ത് ചെയ്യാം, അരച്ച് പെരിയുന്നുണ്ടായി കൊടുക്കുന്നത്. അന്നൊക്കെ പറഞ്ഞാല് ഇന്നിപ്പോ നമുക്ക് റൊട്ടി ഇങ്ങനെ ഈ അരക്കാലത്തിനൊന്നും ഒരു പ്രയാസമില്ല. സ്വിച്ചുടലോട് കൂടി എന്ത് ചെയ്യാണ്, നമുക്ക് എല്ലാം എന്ത് ചെയ്യാണ്, അതിലൂടെ കഴിയാണ്. പക്ഷെ അന്നൊരു പ്രത്യേകമായ ഒരു കല്ലുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത് ആസുകല്ല് എന്നാ പറഞ്ഞില്ലേ, ആസുകല്ല്. അതായത് ഒരു നടുവിൽ ഇങ്ങനെ അടക്കിക്കാണ്ട് ഇങ്ങനെ അരച്ചെടുക്കുന്ന ഒരു സിസ്റ്റം. അതൊക്കെ വേണം. അമ്മിമനൊക്കെ അരക്കുമ്പോഴാണ് ഇപ്പൊ എളുപ്പന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ മടിച്ചിയാളായത്. ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ഈ മിക്സി മറ്റു സാധനങ്ങളൊക്കെ വന്നപ്പോഴാണ് നിങ്ങളൊക്കെ നമ്മളൊക്കെ രോഗികളാവാനുള്ള മെയിൻ ഇത് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ സജീവമായിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ വിപണിയിലൊക്കെ സുലഭമായി വന്നപ്പോൾ നമുക്ക് ഇത്തരം അന്നൊന്നും ഒരു അമ്മ ഉണ്ടാവില്ല, അമ്മയും കുട്ടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നൊക്കെ ഒരു മാമൂലുണ്ട്. കുടിരിക്കലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു മാമൂലുണ്ടാവുക. നമ്മുടെ ഈ വിഷുവിന് ഹൈന്ദവ വിശ്വാസികള് വിഷുക്കടി വെക്കുന്നത് പോലെ ഒരു അമ്മയും കുട്ടിയൊക്കെ വാങ്ങുന്ന സിസ്റ്റം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അരച്ചുണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഏതായാലും ഞാൻ പറഞ്ഞത് അന്നൊക്കെ ഉണ്ടാക്കിയത് വെച്ചാൽ പ്രത്യേകമായ ഒരു മാവ് അരക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഇങ്ങനെ അരച്ച് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കറക്കുന്നത് ചെയ്യാണ്. അത് ഒരു മാവായിട്ട് വരുന്ന അവസ്ഥ. അങ്ങനെ മദീനയിലുള്ള ആളുകൾക്ക് പ്രത്യേകമായി റൊട്ടി ചൂടാനുള്ള മാവ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫാത്തിമ ബീവി ഉണ്ടല്ലോ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആ അരച്ച് കൈയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അലിയാർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാ. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമാവുകയാ. എന്തിനാണ് സങ്കടം? ഞാൻ പാവപ്പെട്ട ആളായതുകൊണ്ട് തന്നെയല്ലേ എന്റെ മകൾ ഫാത്തിമ ബീവിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ആലോചിച്ച് അലിയാർ തങ്ങൾക്ക് വിഷമം വരികയാ. അങ്ങനെ അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്തു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു യുദ്ധത്തിന് പോയിരുന്നു. അങ്ങനെ വലീമത്ത് സുൽത്താനുള്ള നിന്റെ ഉപ്പയുടെ സ്ഥാനത്തേക്ക് ഒരുപാട് അടിമകളെ കിട്ടിയിട്ടുണ്ട്. ആ അടിമകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടിമയെ വീട്ടിൽ ചോദിക്ക് തരുമോ എന്ന് നിന്റെ ഉപ്പയോട് നീ ചോദിക്കുമോ എന്ന് അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുക. അപ്പോ ഒരുപാട് അടിമകളെ കിട്ടിയിട്ടുണ്ട്. യുദ്ധത്തിന് പോയപ്പോ വലീമത്ത് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരു അടിമയെ തരികയാണെങ്കിൽ നമുക്ക് ഈ അലക്കാരൊക്കെ നമ്മളെ വീട്ടിൽ ജോലിക്കൊക്കെ എന്ത് ചെയ്യും, ഒരു ഉപകാരമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം, റസൂലിന്റെ ഉപ്പയോട് നീ ഒരു അടിമയെ തരുമോ എന്ന്
ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുകയാണോ. അപ്പൊ ഇത് മാത്രം ചോദിച്ചണ്ട, ഞാനും എന്റെ കൂടെ കൂടി തരാം എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല പറഞ്ഞപ്പോ പിറ്റേ ദിവസം തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇലാ ഹദറത്തി റസൂലില്ലാഹ് തന്റെ ഉപ്പയുടെ ചാരത്തിലേക്ക് കൈകാൽ തന്നു. ഫാത്തിമ ബീവിയും കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോ ഈ സങ്കടം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. കൈ നീട്ടി കാണിച്ചു കൊടുക്കുക. എന്റെ
വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടന്നു പോകാൻ പോകുന്നതിന് എന്ത് ചെയ്യാം? സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. അപ്പോൾ സാറേ അവിടെ ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ആ ദിക്റല്ലേ, ആ ദിക്റും ചെല്ല അങ്ങനെ 100 പൂർത്തിയാക്കുക. ആയത്തുൽ കുർസി ചെല്ലുക, കുറച്ച് ദിക്ർ ചെല്ലുക, തസ്ബീഹ് ചെല്ലുക, സ്മരണ